ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗീതു അങ്ങനെ വിജയലക്ഷ്മിയുടെ യാത്രയും പറഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോഴേക്കും എല്ലാവരും അകത്തോരോ തകൃതിയായ പണിയിലാണല്ലോ. അപ്പോൾ പ്രിയ വേഗം എഴുന്നേറ്റ് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് ഗീതുവിനെ കണ്ടപ്പോൾ തന്നെ, ആഹാ, രണ്ടുപേരും ബർത്ത്ഡേ അടിച്ച് പൊളിച്ചോ? അപ്പോൾ ഗോവിന്ദനെ കാണാഞ്ഞപ്പോൾ പ്രിയ ചോദിക്കുന്നുണ്ട്, ആഹാ, എന്നിട്ട് എവിടെ ബർത്ത്ഡേക്കാരൻ? സൽക്കാരത്തിൽ ഫ്ലാറ്റായി പോയോ? പക്ഷേ ഗീതു അപ്പോഴും മറുപടി ഒന്നും പറയാതെ തലതാഴ്ത്തി ആ ഒരു ദേഷ്യം പോലെ നിൽക്കുകയാണ്. പക്ഷേ പ്രിയയുടെ ആ ദേഷ്യം പ്രകടിപ്പിക്കാനും പറ്റില്ല. അപ്പോഴേക്ക് കാഞ്ചന വന്നിട്ട് പറയുന്നുണ്ട്, ബർത്ത്ഡേ കേക്ക് കഴിച്ചിട്ട് ഷുഗർ കൂടിയിട്ട് മാമ ഹോസ്പിറ്റലിൽ പോയി കാണും. അപ്പോൾ രേഖ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, കാഞ്ചന, നിൻ്റെ വായിന്ന് ഇതുപോലുള്ള നെഗറ്റീവായ കാര്യങ്ങളെ വരുള്ളൂ. അപ്പോൾ കാഞ്ചന പറയുന്നുണ്ട്, എനിക്ക് പറ്റിയിട്ടുള്ള കാര്യങ്ങളാ, നിനക്ക് പറ്റിയതൊന്നും ഇവിടെ പറയണ്ട. അപ്പോഴേക്കും വിനോദ് എഴുന്നേറ്റിട്ട് പറയാണ്, ഏതായാലും ഗോവിന്ദേട്ടൻ്റെ ബർത്ത്ഡേ ഒരു വലിയ ആഘോഷമാക്കി നടത്താൻ ഞങ്ങളങ്ങ് തീരുമാനിച്ചു. ഗീതുവിനോടായിട്ട് പറയാണ്. അപ്പോൾ ഗീതു ദേഷ്യത്തോടു കൂടി അവനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, അതിന് ആഘോഷം നടത്തേണ്ടത് നീയല്ലല്ലോ. അപ്പോഴേക്കും സോഫയിൽ ഇരുന്നിട്ടുണ്ടായിരുന്ന രാധിക ഗമയോട് കൂടി ചോദിക്കുന്നുണ്ട്, നീയല്ലേ കണ്ണനെ കൂട്ടിക്കൊണ്ടുപോയത്, എന്നിട്ട് അവനെവിടെ? അപ്പോഴേക്കും ഗീതു വേഗം രാധികയും വരുണും ഇരിക്കുന്ന ആ സോഫയുടെ അടുത്തേക്കായിട്ട് പോയിട്ട് ബാഗ് തുറന്നിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. ഇതിലുണ്ടായിരുന്നല്ലോ, പറന്നു പോയിന്ന് തോന്നുന്നു, കാണുന്നില്ല, ദേ നോക്കിയേ എന്ന് പറഞ്ഞിട്ട് ബാഗ് ഇങ്ങനെ തുറന്നു പിടിച്ചിട്ട് രാധികയ്ക്കും വരുണും കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴേക്കും രാധിക ദേഷ്യത്തോടു കൂടി എഴുന്നേൽക്കുന്നുണ്ട്, നീ എന്താ എന്നെ കളിയാക്കുവാണോ? അപ്പോൾ ഗീതു ഇങ്ങനെ പുച്ഛത്തോടു കൂടി എന്ത് എന്നുള്ള അർത്ഥത്തിൽ നിൽക്കുക. അപ്പോൾ രാധിക പറയും, നിൻ്റെ കൂടെയാ കണ്ണൻ പോകുന്നത് എന്നറിഞ്ഞിട്ട് എത്ര തവണ ഞാൻ ഫോൺ ചെയ്തു, എന്നിട്ട് അവൻ കോൾ അറ്റൻഡ് ചെയ്തില്ല. അപ്പം ഗീതു പറയുന്നുണ്ട്, കണ്ണേട്ടനെ നിങ്ങളുടെ ഫോൺ എടുക്കാൻ ഒട്ടും താല്പര്യമില്ല. അപ്പോൾ രാധിക ചോദിക്കുന്നുണ്ട്, അത് നീയാണോ തീരുമാനിക്കേണ്ടത്? അല്ലെങ്കിൽ പിന്നെ എടുക്കണ്ടേ? ഗീതു പുച്ഛത്തോടെ പറയാണ്. അപ്പോൾ രാധിക ദേഷ്യത്തോടു കൂടി തന്നെ പറയുന്ന, എന്തെങ്കിലും അത്യാവശ്യം കാണും, അല്ലെങ്കിൽ അവനെൻ്റെ ഫോൺ എടുക്കാതിരിക്കില്ല. അപ്പോൾ ഗീതു കളിയാക്കിക്കൊണ്ട് പറയാണ്, ഒരത്യാവശ്യമില്ല, വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അനാവശ്യമായിട്ട് രാധികാമ്മയുടെ ഫോൺ കോള്. ദേഷ്യം വന്നിട്ട് ഒരിടത്തും സമാധാനമായിട്ട് ഇരുത്തില്ലല്ലോ എന്നും പറഞ്ഞ് ഫോൺ എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. അപ്പോൾ രാധിക ഇങ്ങനെ അത്ഭുതത്തോടെ ഞെട്ടലോടും കൂടി ഗീതുവിനെ നോക്കുകയാണ്. അപ്പോൾ ഗീതു ആ ഒരു ക്ഷീണമായ ഒരു അവസ്ഥയിലാണ് ഗീതു ഉള്ളത്. അപ്പോഴും രാധികക്ക് നേരെ തിരിഞ്ഞിട്ട് പരിഹാസത്തോടെ പറയുന്നുണ്ട്, ഫോൺ എടുത്തിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി കളയി എന്ന് പറഞ്ഞിട്ട്. സംശയം ഉണ്ടെങ്കിൽ കണ്ടോ ദേ എന്നും പറഞ്ഞ് ഗീതു കൈ ഉയർത്തിയിട്ട് ഗോവിന്ദിൻ്റെ ഫോൺ കാണിച്ചു കൊടുക്കുകയാണ്. കണ്ണേട്ടൻ എന്നെ ഏൽപ്പിച്ച കണ്ണേട്ടൻ്റെ ഫോൺ. രാധികയും വരുണും മാത്രമല്ല, അവിടെ കൂടി നിന്ന് എല്ലാവർക്കും അത്ഭുതമാവുകയാണ്. അപ്പം പെട്ടെന്ന് തന്നെ രേഖ പോയിട്ട് ഗീതുവിനോട് ചോദിക്കുന്നുണ്ട്, ഗീതു, നീയും ഗോവിന്ദേട്ടനും തമ്മിൽ വഴക്കിട്ടോ? അല്ലെങ്കിൽ പിന്നെ ഫോൺ നിൻ്റെ കയ്യിൽ തന്ന് നിന്നെ തന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടില്ലല്ലോ. അപ്പോഴേക്കും പ്രിയയും അടുത്ത് വരികയാണ്. രേഖിച്ച് പറഞ്ഞതുപോലെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? എന്താ ഗീതു ചേച്ചി കാര്യം? അമ്മയുടെ ഫോൺ എടുക്കാൻ താല്പര്യമില്ലെന്ന് എന്താ ഗോവിന്ദേട്ടൻ പറഞ്ഞേ? അപ്പോഴേക്കും ഗീതുവിന് ദേഷ്യം ഇങ്ങനെ അരിച്ച് കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗീതു ആ പൊട്ടിത്തെറി മൊത്തം പ്രിയയുടെ നേരെയാണ് തീർക്കുന്നത്. എല്ലാം കൃത്യമായിട്ട് അറിയണമെങ്കിലേ നീ പോയി നിൻ്റെ ഏട്ടനോട് ചോദിക്ക്. പ്രിയയും വിനോദും ഒക്കെ ഒരുപോലെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് ഗീതുവിൻ്റെ ആ മാറ്റം കാണുമ്പോൾ. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, അല്ലാതെ പിന്നെ ഓരോരുത്തരുടെ മനസ്സിലിരിപ്പ് ഞാനെങ്ങനെ അറിയാനാ? ഗീതുവിൻ്റെ ഉള്ളിൽ കിടന്നിട്ടുണ്ടായിരുന്ന ആ ഫ്രസ്ട്രേഷൻ മുഴുവൻ ഇങ്ങനെ ആരോടെങ്കിലും തീർത്തിട്ടില്ലെങ്കിൽ ഗീതു തന്നെ നശിച്ചു പോകുന്നുള്ളൊരവസ്ഥയിലാണ് ഗീതുവിനെ കൊണ്ടെത്തിക്കുന്നത്. ആ ഒരു മാനസികാവസ്ഥ, കാരണം ഗീതു അത്രത്തോളം തളർന്നിട്ടുണ്ടായിരുന്നു. അതും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി ഗീതുവിൻ്റെ മുറിയിലേക്ക് പോവുകയാണ്. പ്രിയാണെങ്കിൽ ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അപ്പോഴേക്കും കാഞ്ചന വന്നിട്ട് രേഖയുടെ ചെവിയിലായിട്ട് പറയുന്നുണ്ട്, അതേ, ഗീതു പാപ്പാക്ക് എന്തോ കുഴപ്പമിറക്ക്, അതിൻ്റെയാ. അപ്പോൾ സങ്കടത്തോടു കൂടി പ്രിയ രേഖയോട് ചോദിക്കുന്നുണ്ട്, ഗീതുവച്ചിയോട് ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞോ? പിന്നെ എന്തിനാ എന്നോട് ഗീതുവച്ച് ദേഷ്യപ്പെട്ടേ? അപ്പോൾ രേഖ പ്രിയയെ സമാധാനിപ്പിക്കുകയാണ്, അത് പോട്ടെ മോളെ, അവൾ വേറെന്തിൻ്റെയൊക്കെയോ ടെൻഷനിലായിരിക്കും, മോള് വാ എന്ന് പറഞ്ഞിട്ട് പ്രിയയും കൂട്ടിക്കൊണ്ട് ഗീതുവിൻ്റെ മുറിയിലേക്ക് പോവുകയാണ്. പിന്നാലെ തന്നെ കാഞ്ചനയും പോകുന്നുണ്ട്. വിനോദും വരുണും രാധികയും മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പോൾ രാധിക വരുണിനോടായിട്ട് പറയാണ്, കണ്ണന് നമ്മളോട് എന്തോ ദേഷ്യമുണ്ട്, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഫോൺ എടുക്കാതിരിക്കില്ല. അപ്പോൾ വരുണും പറയാണ്, എങ്കിലത് അജാസിൻ്റെ പണിയായിരിക്കും, നമ്മളെക്കുറിച്ച് അവൻ എന്തെങ്കിലും പാര വെച്ചിട്ടുണ്ടാവും. ഗീതു മുറിയിലെത്തിയിട്ട് ദേഷ്യത്തോടെ കയ്യിലിരുന്ന ഹാൻഡ് ബാഗ് അവിടെ കിടക്കയിലേക്ക് വലിച്ചെറിയാണ്. അതിനുശേഷം കയ്യിലിരുന്ന ഗോവിന്ദിൻ്റെ ഫോണ് ഡിസ്പ്ലേ ഒന്ന് ഓണാക്കിയിട്ട് ഗോവിന്ദിൻ്റെ പിക്ക് വരുന്നുണ്ടായിരുന്നു അതിൽ വാൾപേപ്പറിൽ. അതിങ്ങനെ കുറച്ചു നേരം നോക്കിയിട്ട് ദേഷ്യത്തോടു കൂടി അതും കിടക്കയിലേക്ക് വലിച്ചെറിയും. അപ്പോഴേക്കും ഗോവിന്ദിൻ്റെ ഫോൺ ബെല്ലടിയാണ്. ഗീതു ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് രഞ്ജു എന്നുള്ള പേര് കാണാണ്. അപ്പോൾ ഗീതു ദേഷ്യത്തോടെ പറയും, കുറേ നേരമായാലും ഈ കുഞ്ചു വിളി തുടങ്ങിയിട്ട്, ഇവളെ എന്തുണ്ടാക്കാനായിട്ട് വിളിക്കുക എന്നും പറഞ്ഞിട്ട് കോൾ അറ്റൻഡ് ചെയ്യാണ്. അതേസമയം ഗോവിന്ദിൻ്റെ കാറിനാണ് രഞ്ജു ഉണ്ടായിരുന്നത്. അപ്പം രഞ്ജു ഗോവിന്ദിനോടായിട്ട് പറയുകയാണ്, ഹലോ, കോൾ എടുത്തിട്ടുണ്ട്, ഹലോ ഹലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഗോവിന്ദനും കുറച്ചൊരു സമാധാനമായി, ആരോ കോൾ അറ്റൻഡ് ചെയ്തല്ലോ എന്നൊരു സമാധാനത്തിൽ. വീണ്ടും രഞ്ജു ഇങ്ങനെ ഹലോ ഹലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴൊന്നും അപ്പുറത്തൊന്നും മറുപടി പറയുന്നില്ല. കാരണം ഗീതു ഫോൺ ചെവിയിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല, വെറുതെ കോൾ അറ്റൻഡ് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഗോവിന്ദ് കാറ് നിർത്തിയിട്ട് രഞ്ജുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കുകയാണ്. എന്നിട്ട് ഫോണിലായിട്ട് സംസാരിക്കുകയാണ്. അപ്പം ഗീതു കേൾക്കുന്നുണ്ട് ഗോവിന്ദിൻ്റെ ശബ്ദത്തിൽ, ഹലോ ഹലോ ഹലോ, നിങ്ങളുടെ കയ്യിലുള്ളതേ എൻ്റെ ഫോണാണ്, അതെൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതാ, നിങ്ങൾ എവിടെയാണ് ഉള്ളത്? ഞാൻ അങ്ങോട്ടേക്ക് വരാം.
അപ്പം അങ്ങേ തലക്കിൽ നിന്ന് രഞ്ജു പറയുന്നതായിട്ട് ഗീതു കേൾക്കുന്നുണ്ട്. അതായത് രഞ്ജു ഗോവിന്ദിനോട് പറയാണ്, ഹോട്ടലിൽ മറന്നു വെക്കാനേ സാധ്യതയുള്ളൂ, അങ്ങനെയാണെങ്കിൽ അത് ഗീതുവിൻ്റെ കയ്യിൽ കാണും. അപ്പോൾ ഗീതു മനസ്സിൽ ദേഷ്യത്തോടു കൂടി വിചാരിക്കുന്നുണ്ട്, ഓ നീ അത്രയ്ക്ക് ഓർമ്മശക്തിയുള്ളവളാണെങ്കിൽ വന്ന് വാങ്ങിച്ചോണ്ട് പോ. അപ്പോഴും ഗോവിന്ദ് വീണ്ടും മര്യാദയോടുകൂടി തന്നെ പറയാണ്, ഹലോ ഞാൻ പറയുന്നത് കേൾക്കാമോ, നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് എൻ്റെ നഷ്ടപ്പെട്ട ഫോണാണ്, അതൊന്ന് തിരിച്ചു തരണം. അപ്പം ഗീതു ഇങ്ങനെ ഫോണിൽ തന്നെ നോക്കിയിട്ട് ചെവിയിലൊന്നും വെക്കാതെ തന്നെ പറയാണ്, സോറി റോങ് നമ്പർ. എന്നിട്ട് കോള് കട്ട് ചെയ്തിട്ട് ദേഷ്യത്തോടെ ഫോൺ ബെഡിലേക്ക് അവിടെ ഇടുകയാണ്. അപ്പം ഗോവിന്ദ് രഞ്ജുവിനോടായിട്ട് പറയാണ്, ഇപ്പോൾ കേട്ട ശബ്ദം ഗീതുവിൻ്റെ അല്ലേ? അപ്പോൾ രഞ്ജുവിൻ ചോദിക്കുന്നുണ്ട്, ഉറപ്പാണോ? അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ഏത് ഉറക്കത്തിൽ കേട്ടാലും എനിക്ക് ആ ശബ്ദം തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, ഞാനും പറഞ്ഞതല്ലേ ഫോൺ ഗീതുവിൻ്റെ കയ്യിൽ തന്നെ കാണുന്നു. അപ്പോൾ ഗോവിന്ദ് പറയാണ്, എന്നിട്ട് ഫോൺ കയ്യിലുണ്ടെന്ന് അവളൊന്ന് വിളിച്ചു പറഞ്ഞില്ലല്ലോ. അപ്പോൾ രഞ്ജു ചോദിക്കുന്നുണ്ട്, ആരോട് പറയാനാ, നമ്മൾ ഇത്രയും വിളിച്ചതല്ലേ, എന്നാലൊന്ന് പറയാലോ എടുത്തിട്ട്. ഗോവിന്ദ് തിരിച്ചു ചോദിക്കുകയാണ്. അപ്പോൾ രഞ്ജു തിരിച്ചു പറയുന്നുണ്ട്, ഹോട്ടലിൽ വെച്ച് അവളോട് പറയാതെ നമ്മൾ പോകുന്നതിൻ്റെ ദേഷ്യമായിരിക്കും. അപ്പോൾ ഗോവിന്ദിനൊരു വെല്ലായ്മ വന്നപ്പോൾ തന്നെ പെട്ടെന്ന് രഞ്ജു പറയുന്നുണ്ട്, സാരമില്ല, ഫോൺ നഷ്ടപ്പെട്ടില്ലെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ടെൻഷൻ മാറിയില്ലേ. അപ്പോൾ ഗോവിന്ദിന് കുറച്ച് സമാധാനമാവുകയാണ്. അതിനുശേഷം കാർ എടുത്തിട്ട് അവർ മുന്നോട്ടേക്ക് പോവുകയാണ്. വീണ്ടും ആ ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ ഗീതു ഗോവിന്ദിൻ്റെ ഫോൺ എടുത്തിട്ട് അതിൽ ഡിസ്പ്ലേ ഓൺ ആക്കുന്ന സമയത്ത് ഗോവിന്ദിൻ്റെ ഫോട്ടോ ഫ്രണ്ടിലായിട്ട് വരികയാണ്. അപ്പോൾ അതിലേക്ക് നോക്കിയിട്ട് കരഞ്ഞുകൊണ്ട് ഗീതു പറയാണ്, ഞാൻ എത്രമാത്രം അകന്നു പോകാൻ ശ്രമിച്ചതാ, പിന്നെ എന്തിനാ എന്നെ അരികിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നേ? ഞാൻ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ എന്നിൽ നിന്നും അകന്നു പോകുന്നോ? ആരാ അവള്? എൻ്റെ പ്രണയം തകർക്കാൻ വന്ന പിശാച്. അപ്പോഴേക്കും രേഖയും പ്രിയയും കൂടെ ആ റൂമിന് മുന്നിലായിട്ട് എത്തുന്നുണ്ട്. ഗീതു ആരോടോ സംസാരിക്കുന്നത് കണ്ടിട്ട് അവർ മുറിയിൽ കണ്ണോടിക്കുകയാണ്. അതേസമയം ഗീതു ഫോണിൽ നോക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അതിനുശേഷം ഗീതു ആ ഫോൺ അവിടെ വീണ്ടും ബെഡിലേക്ക് തന്നെ വലിച്ചെറിയാണ്, സങ്കടത്തോടും ദേഷ്യത്തോടും കൂടി. അപ്പോഴേക്കും രേഖ വേഗം മുറിയിലേക്ക് ഗീതുവിന് അടുത്തേക്കായിട്ട് പോയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഗീതുവിനോട് ചോദിക്കുകയാണ്, ഗീതു എന്താ പ്രശ്നം? പക്ഷേ ഗീതു ഒന്നും പറയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയയും പേടിച്ചുകൊണ്ട് തന്നെ മുറിയിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ രേഖ ഗീതുവിനെ പിടിച്ചു വെച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഗീതു നീ കാര്യം പറ, എന്താ പ്രശ്നമെന്ന്. എനിക്കൊന്ന് കരയണം രേഖച്ചി എന്ന് പറഞ്ഞിട്ട് രേഖയുടെ മുന്നിൽ വെച്ചിട്ട് ഒരു കൊച്ചു കുട്ടിയെ പോലെ ഗീതു പൊട്ടി പൊട്ടി കരയാണ്. അപ്പോൾ രേഖ സ്നേഹത്തോടും കരുതലോടും കൂടി അവളെ മോളെ എന്ന് വിളിച്ചിട്ട് ചേർത്ത് പിടിക്കുകയാണ്. അപ്പം രേഖയുടെ നെഞ്ചിൽ കിടന്നിട്ട് ഗീതു വീണ്ടും പൊട്ടി കരയാണ്. അപ്പോൾ പിന്നീന്ന് പ്രിയയും ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്തിനാ കരയുന്നേ, എന്താന്ന് പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അപ്പോൾ രേഖ രണ്ട് കൈ കൊണ്ടും ഗീതുവിനെ കെട്ടിപ്പിടിച്ചിട്ടാണുള്ളത്. അപ്പം ഒരു കൈ എടുത്തിട്ട് പ്രിയക്ക് നേരെ നീട്ടിയിട്ട് പറയാണ്, ഇപ്പോൾ ചോദിക്കണ്ട, കുറച്ച് നേരം കഴിയട്ടെ എന്നൊരർത്ഥത്തിൽ പറയാണ്. എന്നിട്ട് ഗീതുവിന് കരയാനുള്ള സ്പേസ് കൊടുക്കുകയാണ്. കാരണം ഒരുപാട് കരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള വിഷമം കുറച്ച് മാറുമല്ലോ. അതിനുശേഷം ഗീതുവിൻ്റെ തല ഉയർത്തിപ്പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ. അപ്പോൾ ഗീതു കരഞ്ഞുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഉള്ളിൽ രഹസ്യങ്ങൾ ഒളിപ്പിച്ച് വെക്കാൻ അറിയാത്ത എനിക്ക് ഉള്ളു തുറന്ന് കരയാനും കാര്യങ്ങൾ പറയാനും ഒരാളേ ഉള്ളൂ ഇവിടെ. അത് രേഖേച്ചിയാ. ബാക്കിയുള്ളവരൊക്കെ ഒരേ സമയം 1000 വ്യക്തികളാണ്. രഹസ്യങ്ങൾ നിറച്ചു വെച്ചിരിക്കുന്നവർ, എപ്പോൾ വേണേലും സ്വഭാവം മാറുന്നവർ. ഗീതു കരഞ്ഞുകൊണ്ടേ പറയാണ്. അപ്പോൾ രേഖ പറയുന്നുണ്ട്, നീ ഇങ്ങനെ കാട് കയറി പറയാതെ ഇപ്പം എന്താ കുഴപ്പമെന്ന് പറ. അപ്പോൾ കണ്ണീര് തുടച്ചുകൊണ്ട് ഗീതു പറയുന്നുണ്ട്, ഞാൻ പറയാം, പക്ഷേ രേഖേച്ചിയോട് മാത്രമേ പറയുള്ളൂ. അതിന് കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് അറിയാനുണ്ട്. അപ്പോൾ പ്രിയ ചോദിക്കുകയാണ്, ചേച്ചി ഗോവിന്ദേട്ടനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമാണോ? ഞാൻ സംസാരിച്ച് പരിഹരിക്കാം. അപ്പം ഗീതു പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല മോട്ടിവേറ്റർ കണ്ണേട്ടനാണ്. ആ കണ്ണേട്ടൻ എന്നെ കരയിപ്പിക്കണമെങ്കിൽ അതിന് പിന്നിൽ ശക്തമായ ഒരു കാരണം കൂടി ഉണ്ടാവും. അപ്പോൾ ദേഷ്യത്തോടു കൂടി പ്രിയ പറയുന്നുണ്ട്, അപ്പോൾ ഗോവിന്ദേട്ടനാണല്ലേ കരച്ചിലിൻ്റെ കാരണക്കാരൻ, എങ്കിൽ ഇന്ന് വരട്ടെ ഇങ്ങോട്ട്, ഇതും കൂടി ചേർത്തുള്ള സമ്മാനം ഞാൻ കൊടുക്കും. അപ്പോഴേക്കും ഗീതു വേഗം പോയിട്ട് പ്രിയയുടെ അടുത്തായിട്ട് പറയാണ്, വേണ്ട, ഞാൻ പറഞ്ഞത് നമ്മളിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കണം. നീ കണ്ണേട്ടനോടൊന്നും ചോദിക്കരുത്, ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ട ജീവിത പാഠങ്ങളാണ്. പ്രിയ വീണ്ടും വിളിക്കുകയാണ്, ചേച്ചി. അപ്പോഴേക്കും രേഖ ഇടപെട്ടിട്ട് പറയും, പ്രിയ മോള് താഴേക്ക് ചെല്ല്, ഞാൻ ഗീതുവിനെയും കൂട്ടിയിട്ട് വരാം, മോൾ താഴേക്ക് പോയിക്കോ. അപ്പോഴേക്കും പ്രിയ അവരുടെ വാക്ക് കേട്ട് താഴേക്ക് പോവുകയാണ്. അപ്പോൾ ഗീതു പെട്ടെന്ന് പിന്നീന്ന് വിളിക്കുന്നുണ്ട്, പ്രിയേ, അതെ, ഞാൻ കരഞ്ഞ കാര്യം വേറെ ആരും അറിയണ്ട. എൻ്റെ കണ്ണ് നിറഞ്ഞാൽ ഞാൻ തോറ്റുപോയിന്ന് കരുതുന്നവരാ കൂടുതലും. അവർക്ക് സന്തോഷിക്കാൻ ഒരു ചാൻസ് കൊടുക്കണ്ട. അതേസമയം ഭദ്രൻ ഇരുന്നുകൊണ്ട് ആലോചിക്കുകയാണ് കിഷോർ പറഞ്ഞ കാര്യങ്ങൾ. ഉള്ളിലെ ആ പഴയ ഭദ്രനാണ് എനിക്ക് ആവശ്യം, ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന ആ പഴയ ഭദ്രൻ, സ്നേഹിച്ചു കൂടെ നിന്ന് കുതികാല് വെട്ടുന്ന ചെകുത്താൻ്റെ മനസ്സുള്ള ആ ഭദ്രൻ. അപ്പോൾ ഭദ്രൻ ആ കള്ളു കുടിച്ച ആ ഒരു ഇതിൽ തന്നെ ചിന്തിക്കുകയാണ് മനസ്സിൽ, ഞാനൊരു ചാൻസിന് വേണ്ടി കാത്തിരിക്കുക, ഈ കുപ്പായത്തിനുള്ളിൽ ഞാൻ ഒളിപ്പിച്ച ആ പഴയ ഭദ്രനെ പുറത്തേക്കെടുക്കാൻ. അപ്പോഴേക്കും ഭദ്രൻ്റെ അടുത്തായിട്ട് വന്നിട്ട് വിലാസിന് പറയുന്നുണ്ട്, അതെ, ഇങ്ങനെ ഇരുന്നാൽ മതിയോ, നമുക്ക് അറക്കലേക്ക് പോകണ്ടേ. അപ്പോൾ അയാൾ ദേഷ്യത്തോടു കൂടി പറയുകയാണ്, ഞാൻ ഒരിടത്തേക്കും ഇല്ല. അപ്പോൾ വിലാസിന് കണ്ട്, അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, രാധികാമ്മ വിളിച്ചതല്ലേ, പോയേ പറ്റൂ. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, അവിടെ എന്താടി രാധികാമ്മയുടെ 2ാം കെട്ട് നടക്കുന്നുണ്ടോ? അപ്പോൾ വിലാസിന് ചോദിക്കുന്നുണ്ട്, ഇതെന്താ പെട്ടെന്നൊരു ചിഹ്നം വിളി? അപ്പോൾ അയാൾ മനസ്സിൽ പറയാം, കൊലവിളിക്ക് മുമ്പുള്ള ചിഹ്നം വിളി അടി.
നിങ്ങൾക്കിത് എന്തു പറ്റി? എനിക്കൊന്നും പറ്റിയില്ല. ഞാൻ കാരണം മറ്റുള്ളവർക്ക് എന്ത് പറ്റുമെന്ന് മാത്രം അന്വേഷിച്ചാൽ മതി. നീ പോയി കഴിക്കാൻ എടുത്തു വെക്ക്. അതെ, നമുക്കിനി അറക്കെ പോയി കഴിച്ചാലോ? വിലാസിന് ചോദിക്കുക. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? അയാൾ ദേഷ്യത്തോട് പറയാണ്. അപ്പോൾ അവർ ദേഷ്യത്തോട് പറയുന്നുണ്ട്, വരണം, ഇന്നേ ഗോവിന്ദിൻ്റെ ബർത്ത്ഡേയാ. അപ്പോൾ ഭദ്രൻ ഒന്ന് ചെറുതായിട്ട് ഞെട്ടുകയാണ്. അതെ, ഇതേ പുറത്ത് പറയേണ്ടതെന്ന് രാധികാമ്മ എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം മറച്ചു വെച്ചത്. അവൻ്റെ ബർത്ത്ഡേക്ക് നമ്മളല്ലേ മുന്നിൽ നിൽക്കേണ്ടത്. ഇത് നീ നേരത്തെ പറയണ്ടേ? അയാൾ പറയാണ്, ഗോവിന്ദിൻ്റെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ നമ്മൾ അവിടെ വേണം. അതാണ്. എങ്കിൽ എണീറ്റ് വാ, വേഷം മാറി നല്ല സ്റ്റൈലായിട്ട് വേണം പോവാൻ എന്നും പറഞ്ഞ് വിലാസിനെ അയാളെ വിളിക്കുകയാണ്. അപ്പോൾ ഭദ്രൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഭദ്രൻ്റെ യഥാർത്ഥ സ്വഭാവം അവിടെ നിന്ന് വേണം തുടങ്ങാൻ. എന്നിട്ട് ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോവാണ്. വിജയലക്ഷ്മി വീട്ടിലേക്ക് എത്തിയ സമയത്തേക്കും ത്രിസന്ധി ആയിട്ടുണ്ടായിരുന്നു. അപ്പം വിളക്കൊന്നും കൊളുത്തി വെക്കുന്ന കാണാത്തത് കണ്ടപ്പോൾ അവിടെയുള്ള ആ ജോലിക്കാരനോട് പറയുന്നുണ്ട്, ത്രിസന്ധി ആയിട്ടും വീട്ടിൽ വിളക്കൊന്നും കൊളുത്തി വെച്ചില്ലേ, പിന്നെ എങ്ങനെയാണ് വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവുക? അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇപ്പം കൊളുത്താം മാഡം. വേണ്ട, ഞാൻ കൊളുത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് പൂജാമുറിയിലേക്ക് പോയിട്ട് നിലവിളക്കിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അതിനുശേഷം ദേവിക്ക് നേരെ കൈകൂപ്പിക്കൊണ്ട് ചോദിക്കുകയാണ്, എന്തിനാ ദേവി ശിവ വിടാതെ ഗോവിന്ദിനെ പിന്തുടരുന്നത്? ഞാൻ വിളിച്ചിട്ട് ഫോണ് പോലും അവൾ എടുക്കുന്നില്ല. അല്ല, ഗീതുവിനെ സങ്കടപ്പെടുത്താൻ വേണ്ടി മാത്രമാണോ അവളുടെ ഈ വരവ്? അതിനുശേഷം ഫോൺ എടുത്ത് വീണ്ടും വിളിച്ചു നോക്കുകയാണ്. അപ്പോഴും എടുക്കുന്നില്ല. അപ്പോൾ വിജയലക്ഷ്മിയുടെ മനസ്സിൽ ഗീതു പറഞ്ഞ ആ വാക്കുകളാണ് വരുന്നത്. എനിക്ക് ചുറ്റും നിൽക്കുന്ന അമ്മയ്ക്കും രാധികാമ്മയ്ക്കും ഗോവിന്ദേട്ടനും ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അതെല്ലാം എന്നിൽ നിന്ന് നിങ്ങൾ കൊളിച്ചു വെക്കാമെങ്കിൽ ഞാൻ മാത്രമായിട്ട് എന്തിനാ കുറക്കുന്നേ? എൻ്റെ മനസ്സിൽ ഇരിക്കട്ടെ വെളിപ്പെടുത്താത്ത ചില കാര്യങ്ങൾ. വീണ്ടും വിജയലക്ഷ്മി കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ദേവി, എൻ്റെ 2 മക്കളെയും നീ എനിക്ക് നഷ്ടപ്പെടുത്തുകയാണോ? ഒരു ജീവിതം കൊണ്ട് നിന്നെ ഉപവസിച്ചവൾക്ക് ഇതാണോ നീ തരുന്ന പ്രതിഫലം? എന്നിട്ട് അവരിങ്ങനെ വിതുമ്പി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗീതു അവളുടെ മുറിയിൽ ഇങ്ങനെ ടെൻഷനോടെയും ദേഷ്യത്തോടെയും സങ്കടത്തോടെയൊക്കെ കൂടെ ഇരിക്കുമ്പോഴാണ് രേഖ അങ്ങോട്ടേക്ക് വരുന്നത്. രേഖ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾ ഗീതുവിനൊന്ന് അടിമുടി നോക്കിയിട്ട് പറയാണ്, ഗീതു, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഗ്രാൻഡായിട്ടാണ് രാധികാമ്മ ഗോവിന്ദേട്ടൻ്റെ പിറന്നാൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, അതിന് ഞാനൊന്നും പ്രതീക്ഷിച്ചില്ലല്ലോ. അപ്പോൾ രേഖ വന്ന് ഗീതുവിൻ്റെ അടുത്തിരുന്നിട്ട് പറയാണ്, ഞാൻ അറിഞ്ഞത് ഇതിനു മുമ്പൊന്നും ഗോവിന്ദേട്ടൻ്റെ പിറന്നാൾ ആഘോഷിച്ചിട്ടില്ലെന്നാ. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, മാധവൻ മുതലാളിയുടെ ഒരേ ഒരു മകൻ്റെ ബർത്ത്ഡേ എന്തായാലും ഇതുവരെ ആഘോഷിക്കാതിരുന്നിട്ടുണ്ടാവില്ല. ഗോവിന്ദേട്ടൻ്റെ അച്ഛൻ മരിച്ചു എന്ന് അറിഞ്ഞതിന് ശേഷമുള്ള കാര്യം ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ ആഘോഷം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഗംഭീരാക്കണം. നീ വേഗം റെഡിയാവും. അപ്പോൾ ഗീതു സങ്കടത്തോടു കൂടി പറയാണ്, എന്തോ മനസ്സുകൊണ്ട് ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ എനിക്കൊരു താല്പര്യവുമില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നീയല്ലേ ഗോവിന്ദേട്ടൻ്റെ ഭാര്യ, എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കണ്ടേ? അപ്പോൾ ഗീതു വിതുമ്പിക്കൊണ്ട് പറയാണ്, എന്നെ അതിന് ഭാര്യയായിട്ട് ഈ വീട്ടിൽ ആരും അംഗീകരിച്ചിട്ടില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ഈ ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ കാര്യം ഈ വീട്ടിൽ ആദ്യം ഞാനല്ലേ അറിയണ്ടേ? അപ്പോൾ രേഖ പറയുന്നുണ്ട്, ഭർത്താവിൻ്റെ ബർത്ത്ഡേ അറിഞ്ഞിരിക്കേണ്ടത് ഭാര്യയുടെ ആവശ്യമാണ്, അതുകൊണ്ട് അത് നിൻ്റെ കുറ്റമായിട്ടേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഗീതു ദേഷ്യത്തോടു കൂടി എഴുന്നേറ്റിട്ട് പറയാണ്, അതെ, ഇതെല്ലാം എൻ്റെ കുറ്റമാണ്, അതുകൊണ്ട് കുറ്റമില്ലാത്തവർ സെലിബ്രേഷൻ നടത്തട്ടെ. അതൊന്നും പറ്റില്ല. നമ്മുടെ ഓഫീസിലെ പ്രധാനപ്പെട്ട മെമ്പേഴ്സിനെയും ബോർഡ് മെമ്പേഴ്സിനെയും അതുപോലെ ഗീതുവിൻ്റെ വീട്ടുകാരെയും എല്ലാം രാധികാമ്മ മുൻകൈ എടുത്ത് വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ നിന്നെ അന്വേഷിക്കുമ്പോൾ നീ ഇവിടെ ഇതിനകത്ത് ഇങ്ങനെ മുറിയടച്ചിരുന്ന് എങ്ങനെ ശരിയാവും? അവരോടൊക്കെ എന്ത് മറുപടി പറയും? അപ്പോൾ ഗീതു പറയാണ്, എനിക്ക് പല്ലുവേദനയായിട്ട് കിടക്കുകയെന്ന് പറഞ്ഞാൽ മതി. ഗീതു, നീ കളിക്കല്ലേ. ഗോവിന്ദേട്ടനായിട്ട് നിനക്ക് എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല. എന്താ പ്രപ്പോസ് ചെയ്യാൻ പോയപ്പോൾ റിജക്റ്റ് ചെയ്തോ? അതിൻ്റെ ദേഷ്യത്തിലാണോ ഈ ബഹിഷ്കരണം? അപ്പോൾ ഗീതു പറയാണ്, എന്നെ ബഹിഷ്കരിച്ചു പോയ ഒരാളുടെ ബർത്ത്ഡേക്ക് ഞാൻ എങ്ങനെ സന്തോഷത്തോടെ പങ്കെടുക്കും? അപ്പോൾ അവളെ ചേർത്ത് പിടിച്ചിട്ട് രേഖ പറയാണ്, ഗീതു, ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ നീ മാറ്റി വെച്ചേ പറ്റൂ. ബർത്ത്ഡേ ഫംഗ്ഷനിൽ നീ പങ്കെടുത്തില്ലെങ്കിൽ പലരും പലതും പറയും. നോക്ക്, നിങ്ങൾക്കിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ മാതൃകാ ദമ്പതികളാണ്. ആ ധാരണ തെറ്റിക്കരുത്. ഈ ഫംഗ്ഷനിൽ ഗോവിന്ദ് മാധവിൻ്റെ ഭാര്യ എന്ന പദവിയിൽ ഏറ്റവും സുന്ദരിയായി നീ അണിഞ്ഞൊരുങ്ങി താഴെ ഉണ്ടാവണം. സംഭവം ഭയങ്കര ഗ്രാൻഡായിട്ടാണ് പരിപാടി നടക്കുന്നത്. വീട് മൊത്തം അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഗസ്റ്റും ഉണ്ട്. എല്ലാവർക്കും വെള്ളമൊക്കെ കൊടുക്കുകയാണ് കാഞ്ചനയും ഷിബുവും കൂടെ. അയ്യപ്പേട്ടനില്ലാത്തതിൻ്റെ കുറവുകൾ പറയുകയാണ് അവർ പരസ്പരം. അയ്യപ്പേട്ടനുണ്ടായിരുന്നെങ്കിൽ 10 ആളെ പണി അയാൾ ഒറ്റയ്ക്ക് ചെയ്യുമായിരുന്നു. അതെ, ഈ സമയം നോക്കി തീർത്ഥാടനത്തിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അതിനുശേഷം എല്ലാവർക്കും ജ്യൂസൊക്കെ കൊടുക്കുകയാണ്. അവർണികയും കിഷോറും അങ്ങനെ എല്ലാവരും, അവർണികയുടെ അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഭദ്രനും വിലാസിനും എത്തുന്നുണ്ട്. ഒടുക്കത്തെ അലങ്കാരമായി പോയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളെ ഇത്തിരി വൈകിപ്പോയേ, പക്ഷേ ഞങ്ങൾ വരാതെ ഫംഗ്ഷനൊന്നും തുടങ്ങുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം. അപ്പോഴേക്കും അവർണികയുടെ അച്ഛൻ രഘുറാം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മാധവൻ നായരുടെ വീട്ടിലെ കാര്യസ്ഥനായ ഭദ്രനല്ലേ? അപ്പോഴേക്കും രണ്ടുപേരും ഒന്ന് പതറുകയാണ്. അതിനുശേഷം വിലാസിന് പെട്ടെന്ന് പറയുന്നുണ്ട്, അതൊക്കെ പണ്ട്, ഇപ്പം ഞങ്ങൾ ഗോവിന്ദ മോൻ്റെ ജാമ്യക്കാരാണ്. ജാമ്യക്കാരോ? അയ്യോ, അത് ഈ അമ്മായിയമ്മയും അമ്മായിയച്ഛനും അങ്ങനെ ഏതാണ്ട് പറയില്ലേ? അപ്പോഴേക്കും അവർണിക ചിരിച്ചുകൊണ്ട് പറയാണ്, ജാമാതാക്കൾ. അല്ല, മോളെ ഇതിനു മുമ്പ് ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ, മോൾ ഏതാ എന്ന് ചോദിക്കുക ഭദ്രൻ. അപ്പോഴേക്കും രഘുറാം പറയുന്നുണ്ട്, എൻ്റെ മോളാ അവർണിക. ഓ, എന്ത് ചെയ്യുന്നു മോള്? AGM IT സൊല്യൂഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്. അപ്പോൾ കിഷോറിൻ്റെ അവൾ പറയും വൈഫാണ്. ആ,
അങ്ങനെ വരട്ടെ. കേട്ടോ മിസ്റ്റർ രഘുറാം, എനിക്ക് നിങ്ങളുടെ മരുമോനെ നന്നായിട്ട് അറിയാം. അതെ, ആള് ബഹുമിടുക്കനാ. കമ്പനിയിൽ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവനാണെന്നുള്ള റിപ്പോർട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അവൻ വലിയ പൊസിഷനിലെത്തും. അപ്പോൾ അവർണിക്കും കുറച്ച് സന്തോഷമാവുകയാണ്. അവർണിക്ക് ചോദിക്കുന്നുണ്ട്, ഗീതാഞ്ജലിയെ കാണുന്നില്ലല്ലോ. അയ്യോ, അവളങ്ങനെ ആൾക്കൂട്ടത്തിൽ നിന്ന് ഇറങ്ങില്ല, സെലിബ്രിറ്റി അല്ലേ. ഇന്നത്തെ താരം എൻ്റെ മോളാ, ഭദ്രനും പറയാം. അപ്പോഴേക്കും അജാസിനെ കാണുമ്പോൾ അജാസിൻ്റെ അടുത്തേക്ക് പോയിട്ട് ദേഷ്യത്തോട് പറയുന്നുണ്ട്, നിൽക്കടാ അവിടെ, നീ ഇപ്പം എൻ്റെ മോളുടെ ഡ്രൈവറാ അല്ലേ. ഞാൻ പറഞ്ഞിട്ട് എൻ്റെ മരുമോനാ നിനക്ക് പോസ്റ്റ് തന്നത്. അപ്പോൾ അജാസ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ തൻ്റെ മോളുടെ ഡ്രൈവർ മാത്രമല്ല, അവളുടെ ജീവനും എൻ്റെ കയ്യിലാണ്. നീ ഒരു രാത്രി എന്നെ വട്ടം ചുറ്റിച്ചതല്ലേ, അത് ഞാൻ മറന്നിട്ടില്ല. നിനക്കുള്ള പണി പുറകെ വരുന്നുണ്ട്. അജാസിന് ചെറുതായിട്ടൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട്. അതേസമയം വരുണും രാധികയും കൂടെ മുറിയിലാണുള്ളത്. രാധിക ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട്, എത്ര നേരമായി കണ്ണനെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്, അവൻ എന്താ വരാത്തത്. അപ്പം വരുണ് പറയുന്നുണ്ട്, എൻ്റെ ബലമായ സംശയം ഗീതു പറഞ്ഞിട്ട് ഗോവിന്ദേട്ടൻ മാറി നിൽക്കുന്നതായിട്ടാ. അവൾ പറഞ്ഞതുകൊണ്ട് അവൻ എന്തായാലും താമസിക്കില്ല. അപ്പം വരുണ് പറയാം, എങ്കിൽ നമുക്ക് പോയി ഗീതുവിനോട് ചോദിക്കാം ഗോവിന്ദേട്ടൻ എവിടെയാണെന്ന്. ഉറപ്പായിട്ടും അവൾക്കറിയാം. അപ്പോൾ രാധികൻ പറയാം, വെറുതെ ചോദിച്ചാൽ അവൾ പറയില്ല, പിടിച്ചിറക്കി 4 കീറ് കൊടുത്ത് ചോദിക്കണം. അപ്പോൾ വരുണ് പറയുന്നുണ്ട്, അത്രയും വേണോ. ഇപ്പോഴത്തെ സ്വഭാവത്തിന് അവൾ തിരിച്ചു കീറാനാ സാധ്യത. അവൾ നമ്മളെ കുരങ്ങ് കളിപ്പിക്കാന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷേ ദേഷ്യം തീർക്കാൻ ഒരു മാർഗ്ഗവും ഇല്ലല്ലോ. അപ്പോഴേക്കും പ്രിയയും വിനോദും വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ പിറന്നാൾ ആഘോഷിക്കാൻ ഗസ്റ്റുകളൊക്കെ വന്നിട്ട് ഗോവിന്ദേട്ടനെ കാണാത്തത്. അപ്പോൾ രാധിക ദേഷ്യത്തോടെ പറയാണ്, അത് നീ പോയി നിന്റെ ഗീതു ചേച്ചിയോട് ചോദിക്ക്. വിനോദും പറയുന്നുണ്ട്, താഴെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി, ഇനി ഗോവിന്ദേട്ടൻ മാത്രം വന്നാൽ മതി. അമ്മ അജാസിനെ ഒന്ന് വിളിച്ചേ. അപ്പോൾ രാധിക പറയാം, ഞാനെന്താ എല്ലാവരെയും വിളിച്ചിട്ട് കണ്ണനെ കണ്ടോന്ന് ചോദിക്കണോ. ഇനി അവൻ ഇഷ്ടമുള്ളപ്പോൾ വരട്ടെ. അപ്പോൾ വിനോദ് പറയാം, അതിഥികളെ വിളിച്ചു വരുത്തി അവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് അപമാനിക്കുന്നതിന് തുല്യമല്ലേ. അപ്പോൾ വരുണ് പറയാം, എങ്കിൽ നീ പോയി ഗോവിന്ദേട്ടനെ വിളിച്ചുകൊണ്ട് വാ, അപമാനത്തിൽ നിന്ന് രക്ഷിക്ക്, ചെല്ല് പോ. അപ്പോഴേക്കും വിനോദ് തലതാഴ്ത്തുമ്പോഴേക്കും പ്രിയ പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം. ഗോവിന്ദേട്ടൻ എവിടെയാണെങ്കിലും എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കണം. അപ്പോൾ രാധിക പറയാം, ഇനിയിപ്പോൾ അവനെ അന്വേഷിക്കേണ്ട കാര്യമില്ല. ശേഷം വരുണിനോട് പറയാണ്, വരുൺ നീ ചെന്ന് ഫംഗ്ഷൻ ക്യാൻസലായി എന്ന് പറഞ്ഞേക്ക്. വിനോദും പ്രിയ ഒരുപോലെ ഞെട്ടുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ഗോവിന്ദനെ കാത്തുകൊണ്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇന്നത്തത് മൊത്തം. എന്തായാലും പുതിയ എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിക്കുക നമുക്ക് കാത്തിരുന്ന് തന്നെ കണ്ടു നോക്കി. ഇന്നത്തെ കഥ ഇങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. പുതിയ എപ്പിസോഡിൻ്റെ കഥയും വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അതുവരെയും ബൈ.